ഹലോ, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഒരു കുട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ പ്രൈവറ്റ് പാർട്സിൻ്റെ ഡിസ്കളറേഷൻസ് അതുപോലെ സ്മെല്ല് ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഹോം റെമഡീസ് ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നോർമൽ സ്കിന്നിനേക്കാളും എന്തുകൊണ്ട് നമ്മൾ ഒരു പടി കൂടുതൽ കെയർ കൊടുക്കേണ്ട ഒരു ഏരിയ ആണ് ഈ പ്രൈവറ്റ് പാർട്സ് എന്ന് പറയുന്നത്. സോ അതൊരിക്കലും ചെയ്യാൻ മടി കാണിക്കരുത്. കാരണം ഞാൻ കണ്ടിട്ടുണ്ട് ഈവൻ എന്താ പറയുക, ഈ പാഡൊക്കെ ഒരുപാട് ബ്ലീഡിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ രാവിലെ എഴുന്നേറ്റ് നമ്മൾ ഒരു പാഡ് മാറ്റി അത് നമ്മൾ വൈകുന്നേരം വരെ അവിടെ വെച്ച് രാത്രി കിടക്കാൻ നേരത്ത് വീണ്ടും ഒരു പാഡ് മാറ്റി. ഒരിക്കലും ചെയ്യരുത് ആ കാര്യം. മിനിമം ഒരു മാക്സിമം ഒരു 4 മണിക്കൂർ 5 മണിക്കൂർ അതിൽ കൂടുതലൊന്നും ഒരിക്കലും നമ്മളൊരു പാഡ് യൂസ് ചെയ്യാതിരിക്കുക. നമ്മുടെ അവിടെ ഒരു ഡിസ്കളറേഷൻ ഉണ്ടോ അല്ലെങ്കിൽ സ്മെല്ലുണ്ടോ അതിൻ്റെയൊക്കെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, നിങ്ങൾ അതെയോ പാഡിന് ആ വിലയാണ് ഈ വിലയാണ്, നിങ്ങൾ വേണമെങ്കിൽ കപ്പ് യൂസ് ചെയ്തോളൂ. ഞാൻ ചില ആൾക്കാർ എടാ പാഡിന് ഇത്രയും വിലയാണ്, ഒരു ദിവസം തന്നെ 3-4 പാഡ് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നും നടക്കുന്ന കാര്യമല്ല. ആയിക്കോട്ടെ, അതിന് പ്രോപ്പറായിട്ടുള്ള വേറെ മെത്തേഡ്സ് ഉണ്ടല്ലോ, അപ്പോൾ നിങ്ങൾ അങ്ങനെയുള്ള മെത്തേഡ്സ് എന്തെങ്കിലും യൂസ് ചെയ്യൂ. അല്ലാതെ പാഡിൻ്റെ വിലയാണ് അല്ലെങ്കിൽ എനിക്കത് ഇത്രയും ഉപയോഗിക്കാൻ പറ്റത്തില്ല, ഒരു മാസം തന്നെ 2-3 പാക്കറ്റ് മേടിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് ദയവ് ചെയ്തിട്ട് പാഡ് മാറ്റാതെ ഇരിക്കരുത്. 3-4 മണിക്കൂറിൽ മാറ്റുന്നതാണ് ഏറ്റവും നല്ലത്. ഓക്കെ, പിന്നെ രണ്ടാമത് ചെയ്യുന്ന ഒരു തെറ്റെന്ന് പറയുന്നതാണ് നമ്മൾ എപ്പോഴും ഈ ടൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സ് ധരിച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ ആവശ്യമില്ല. നമ്മളിപ്പോൾ പുറത്തേക്കൊക്കെ പോകുമ്പോൾ ആണെങ്കിൽ നമ്മൾ ചെയ്തോളൂ, അത് കുഴപ്പമില്ല. പക്ഷേ വീട്ടിൽ വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, മാക്സിമം നമ്മുടെ എല്ലാ ബോഡി പാർട്സും പോലെ ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കുകയോ കാറ്റ് കൊള്ളുകയോ ഒന്നും ചെയ്യാത്തൊരു ഭാഗമാണല്ലേ അത്. അപ്പോൾ അതിനെ നമ്മളാണ് ആ രീതിയിലേക്ക് കൊണ്ടുവരേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യുക, ഏറ്റവും നമുക്ക് എപ്പോഴൊക്കെ പറ്റുന്നോ ആ സമയത്തൊക്കെ നമ്മൾ വളരെ ലൂസായിട്ടുള്ള ഡ്രസ്സ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ വാഷ്റൂമിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, ലേഡീസൊക്കെ ആണെങ്കിൽ ഇത് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ഡ്രൈ ആക്കി എടുക്കാൻ ശ്രമിക്കുക അവിടെ. അതായത് അതുപോലെ തന്നെ നമ്മൾ ഡ്രസ്സ് ഇട്ട് പുറത്തേക്ക് പോരാതെ നമ്മുടെ കയ്യിൽ എപ്പോഴും നമ്മൾ പുറത്ത് പോകുന്നതാണെങ്കിലും ചെറിയൊരു ടവൽ നമ്മുടെ കയ്യിൽ വെച്ചാൽ മതിയല്ലോ. ആ ഒരു ടവൽ എടുക്കുക, നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു വാഷ് ചെയ്ത ഭാഗം വെള്ളമില്ലാതെ ജസ്റ്റ് ഒന്ന് ഡ്രൈ ആക്കി എടുത്തതിന് ശേഷം മാത്രം ഡ്രസ്സ് ഇടുക. നമുക്കറിയാം നമ്മൾ ഇന്നേഴ്സ് എന്ന് പറയുന്നത് ടൈറ്റായിട്ട് നിൽക്കുന്ന ഒരു സംഭവമാണ്. അപ്പം നമ്മൾ ഈ വെള്ളത്തോടെ നമ്മൾ വീണ്ടും ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ അതിൽ ഈ വെള്ളത്തിൻ്റെ അംശം പറ്റും, അത് നനയും. പിന്നെ ഈ നനവാണ് നമ്മൾ അത് ചേഞ്ച് ചെയ്യുന്നവരെ ഇട്ട് നടന്നുകൊണ്ടിരിക്കണം. ഓക്കെ, അപ്പം തന്നെ അവിടെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസും കാര്യങ്ങളും ഉണ്ടാവും. അതേപോലെ തന്നെ ഈ ഡിസ്കളറേഷൻസും ഉണ്ടാവും. സോ അത് ഒരിക്കലും നമ്മൾ ചെയ്യാതിരിക്കുക. പിന്നെയുള്ള ഒരു കാര്യം എന്ന് പറയുന്നതാണ് പ്രോപ്പറായിട്ട് അവിടെ കെയർ ചെയ്ത് ഷേവിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യും. നിങ്ങളിപ്പം റോങ് മെത്തേഡിലാണ് ഷേവ് ചെയ്യുന്നതെങ്കിൽ പോലും അതിനിപ്പോൾ ചില ആൾക്കാരുണ്ട് ഷേവിങ് ഇറിറ്റേഷൻ ആയിട്ടുള്ള ആൾക്കാരുണ്ട് അല്ലേ. പക്ഷെ എന്നാലും എങ്ങനെയാണ് ഇതിങ്ങനെ ചെയ്യാതിരിക്കുക എന്ന് പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അത് ചെയ്യാതിരിക്കുക കേട്ടോ. നിങ്ങൾക്കിപ്പം ഫുള്ളായിട്ട് ഷേവ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ട്രിം ചെയ്ത് വിടുക. അതൊന്നും വലിയ റോങ് അല്ല, അതൊന്നും ഒരു തെറ്റെന്ന് പറയുന്ന ഒരു കാര്യമൊന്നുമല്ല. നമ്മൾ ഈ ഷേവ് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് എന്താണ്, അവിടെ ക്ലീൻ ആക്കി വെക്കുക എന്നുള്ളത് മാത്രമാണ്. സോ അതുകൊണ്ട് തന്നെ അത് ഫുള്ള് ഷേവ് ചെയ്ത് കളഞ്ഞാൽ മാത്രമാണ് ക്ലീന്, അല്ലെങ്കിൽ നാണക്കേടാണ്, അതുകൊണ്ട് ഞാൻ ചെയ്യും, ഇങ്ങനെ വിചാരിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്കത് ഫുള്ള് ഇപ്പോൾ റേസർ യൂസ് ചെയ്യാൻ പറ്റുന്നില്ല, ഫുള്ള് റിമൂവ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രിമ്മറോ അല്ലെങ്കിൽ കത്രികയോ വെച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ക്ലീൻ ആക്കി വെക്കുക. അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾക്കത് അലർജിയോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളത് ചെയ്യാതിരിക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ റോങ് മെത്തേഡിൽ ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇട്ട് വലിച്ച് അങ്ങനെ ഷേവ് ചെയ്യാതിരിക്കുക. നിങ്ങളുടെ രോമ ഏത് ഭാഗത്തേക്കാണോ ആ രീതിയിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ഷേവ് ചെയ്തിട്ട് റിമൂവ് ചെയ്ത്. പിന്നെ ഷേവ് ചെയ്ത് കഴിഞ്ഞാൽ ദയവ് ചെയ്ത് ഞാനൊക്കെ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും വെളിച്ചെണ്ണ അല്ലെങ്കിൽ എന്താ പറയുക അലോവേര ജെൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്പം തന്നെ നിങ്ങൾ അവിടെ ഉപയോഗിക്കുക. അല്ലാതെ ഷേവ് ചെയ്തിട്ട് ഒരിക്കലും അത് ഡ്രൈ ആയിട്ട് ഇട്ടിട്ട് വരരുത്. ഇനി അതേപോലെ തന്നെ നിങ്ങൾ ഷേവ് ചെയ്യുന്ന സമയത്താണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, ഇതുപോലെ ഈ അലോവേരയോ അല്ലെങ്കിൽ എന്താ പറയുക വജൈനൽ വാഷോ ഇങ്ങനെയുള്ള എന്തെങ്കിലും ഇട്ടിട്ട് അതൊന്ന് അതായത് ജസ്റ്റ് ആ ഡ്രൈ സ്കിന്നിൽ തന്നെ റേസർ ചെയ്യരുതെന്നാണ് പറയുന്നത്. അല്ലാതെ ഒന്ന് വെറ്റ് ചെയ്ത് ഒന്ന് സ്മൂത്ത് ആക്കിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, എന്നിട്ട് മാത്രം നമ്മൾ ഷേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പം ഇതൊക്കെ വളരെ കോമൺ ആയിട്ട് നമുക്ക് ഒരു എഫേർട്ടും ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് കേട്ടോ. അതുകൊണ്ടാണ് അത് പറയുന്നത്. പിന്നെ ഇനിയിപ്പോൾ ഇത് വന്നു, നമുക്ക് പറ്റുന്നില്ല, ഡിസ്കളറേഷൻ ആയി, ഇനി ഇത് ഇപ്പം കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ ഭയങ്കരമായിട്ട് അവർ പേടിക്കുന്ന ഒരു കാര്യമാണ്, അയ്യോ ഡിസ്കളറേഷൻ എന്ത് ചെയ്യും അങ്ങനെ ഇങ്ങനെ. അപ്പം അതിൻ്റെ ആവശ്യമില്ല. ഇനിയിപ്പോൾ അഥവാ നിങ്ങൾക്ക് അവരുടെ ഡിസ്കളറേഷൻ ഉണ്ട്, നിങ്ങൾക്ക് ഒരുപാടായിട്ട് ഒട്ടും എന്തൊക്കെ ചെയ്തിട്ടും നിങ്ങൾക്ക് റിമൂവ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, തീർച്ചയായിട്ടും ഒരു സ്കിൻ ഡോക്ടറിനെ കാണുക, അവർക്ക് അതിനുള്ള സൊല്യൂഷൻ ഉണ്ടാവും. ഓക്കെ, അപ്പം അത് കാണുക. ഒരു പരിധി വരെ നമുക്കത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ ഈ ഡിസ്കളറേഷൻ എന്ന് പറയുന്നത്
എല്ലാ ഗേൾസിനും ഉള്ള ഒരു ഇഷ്യൂ ആണല്ലേ, അല്ലാതെ നമുക്ക് മാത്രമുള്ള ഒരു ഇഷ്യൂ അല്ല, മിക്ക ഗേൾസിനുള്ള ഒരു ഇഷ്യൂ ആണ്. പിന്നെ ഒരിക്കലും നമ്മുടെ നോർമൽ സ്കിന്നിൻ്റെ കളറ് നമ്മുടെ പ്രൈവറ്റ് പാർട്സിൽ കിട്ടത്തില്ല. എല്ലാവരുടെയും, അത് ബോയ്സിനാണെങ്കിലും ഗേൾസിനാണെങ്കിലും നമ്മുടെ പ്രൈവറ്റ് പാർട്സിൻ്റെ കളർ എന്ന് പറയുന്നത് നമ്മുടെ ബോഡി കളറിനേക്കാളും കുറച്ചുകൂടെ ഡാർക്ക് ആയിട്ടുള്ള ഒരു കളറായിരിക്കും. ഓക്കെ, അപ്പോൾ അതൊരിക്കലും വലിയൊരു ഇഷ്യൂ ആയി ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. പിന്നെ ഇനി അതിൽ കൂടുതലുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് ഹോം റെമഡീസ് ആണെങ്കിലും ഉണ്ട്. പിന്നെ ഈ നോർമൽ നമ്മൾ ഫേസ് പാക്കും ബാക്കിയുള്ള ബോഡി പാക്കും ചെയ്യുന്നത് പോലെ അല്ല നമ്മൾ ഇവിടുത്തെ കാര്യങ്ങൾ, അതായത് ഈ വജൈനൽ പാർട്ടിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഫേസ് പാക്കിലൊക്കെ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നമുക്കറിയാം ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ നമ്മുടെ ഫേസിലൊരു ഗ്ലോ ഉണ്ടാവും. പക്ഷേ അതല്ല നമ്മുടെ പ്രൈവറ്റ് പാർട്സിൽ ചെയ്യുമ്പോൾ നമുക്ക് ആ ഗ്ലോ ഒരാഴ്ച കൊണ്ടോ 2 ആഴ്ച കൊണ്ടോ ഒന്നും അറിയാൻ പറ്റത്തില്ല. നമുക്ക് അറിയുന്നത് ഏകദേശം ഒരു 1-2 മാസമൊക്കെ നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പോഴാണ് നമുക്ക് അതിലെ ചേഞ്ചസ് കുറച്ചെങ്കിലും മനസ്സിലാവത്തുള്ളൂ. സോ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, 1-2 ആഴ്ച ഉപയോഗിച്ച് അയ്യോ എനിക്കിത് പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കാതിരിക്കുക. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അത് യൂസ് ചെയ്യുക. ഓക്കെ, പിന്നെ ഇത് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ നോർമൽ സ്കിന്നൊക്കെ ചെയ്യുന്ന പോലെ എന്തെങ്കിലും അലർജി ഉണ്ടെങ്കിൽ ദയവ് ഇത് യൂസ് ചെയ്യാതിരിക്കുക. പക്ഷേ അതല്ല എന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തിട്ട് മാത്രം നിങ്ങൾ വ്യത്യാസം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കുക. ഇനി എന്തൊക്കെയാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ നോർമൽ തൈരാണ്. നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ കിട്ടുന്ന ഒരു കാര്യമാണ് തൈര് എന്ന് പറയുന്നത്. ഈ തൈര് നിങ്ങൾ കുറച്ച് എമൗണ്ട് എടുത്തിട്ട് ഒരിക്കലും ഉള്ളിലേക്ക് ആവരുത്, പുറം ഭാഗത്ത്, നമ്മുടെ പ്രൈവറ്റ് പാർട്സിൻ്റെ പുറം ഭാഗത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, അതൊന്ന് ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ഡ്രൈ ആവുമ്പോൾ ജസ്റ്റ് ഒന്ന് കഴുകി കളയുക. എന്തെങ്കിലും ഒരു മോയ്സ്ചറൈസർ നിങ്ങൾ അവിടെ യൂസ് ചെയ്യുക. ഓക്കെ, ഉള്ളിലാക്കി ആവാത്ത രീതിയിൽ എന്തെങ്കിലും ഒരു മോയ്സ്ചറൈസർ അവിടെ യൂസ് ചെയ്യുക. അത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഏറ്റവും ബെസ്റ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്ത ഒരു മെത്തേഡാണ് നമ്മുടെ ഉരുളക്കിഴങ്ങ് എന്ന് പറയുന്നത്. ഉരുളക്കിഴങ്ങിൻ്റെ നീരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയൊക്കെ എങ്ങനെ നമ്മുടെ ഫേസിലാണെങ്കിലും ബോഡിയിലാണെങ്കിലും ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന, എന്നെ സംബന്ധിച്ച് എൻ്റെ എക്സ്പീരിയൻസിൽ വളരെ പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന ഒരു സംഭവമാണ്. സോ ഉരുളക്കിഴങ്ങ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു പീസ് എടുത്ത് സ്ലൈസ് ചെയ്തിട്ട് ജസ്റ്റ് അവിടെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ അതിൻ്റെ നീരെടുത്തിട്ട് അവിടെ ഒന്ന് തേച്ച് കൊടുക്കുക. അത് അവിടെ ഒന്ന് പൊക്കോട്ടെ. ഇനി അത് കഴുകിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മൾ ഈ ഒരു പ്രൈവറ്റ് പാർട്ട് ആയതുകൊണ്ട് എപ്പോഴും നല്ലത് അത് വീണ്ടും ഫ്രഷാക്കി വെക്കുന്നതാണ്. സോ അതുകൊണ്ട് തന്നെ ഒരു 10-15 മിനിറ്റ് ആവുന്ന സമയത്ത് ഇതൊന്ന് കഴുകിയിട്ട് അതങ്ങനെ അങ്ങ് വിട്ടേക്കുക. ഞാൻ ഈ പറയുന്ന ഏത് മെത്തേഡ് നിങ്ങൾ യൂസ് ചെയ്താലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, അത് കഴിഞ്ഞിട്ട് അത് അതുപോലെ ഡ്രൈ ആയിട്ട് വിടരുത്. എന്തെങ്കിലും ഒരു മോയ്സ്ചറൈസർ നമ്മൾ അവിടെ, ഈവൻ വെളിച്ചെണ്ണയാണെങ്കിലും മതി, ഓക്കെ, അവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. സോ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അലോവേരയോ എന്തെങ്കിലും ഒന്ന് നമ്മൾ യൂസ് ചെയ്ത് കൊടുക്കുക. ഇനിയുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത്, നമ്മൾ കുളിക്കുന്ന വെള്ളം ഉണ്ടല്ലോ, നോർമൽ കുളിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, ഒരു കപ്പിൽ വെള്ളം എടുക്കുക. ഒരു കപ്പ് വെള്ളം എടുത്തിട്ട് നമ്മുടെ ആപ്പിൾ സിഡർ വിനേഗർ ഉണ്ട്, ആ ഒരു ആപ്പിൾ സിഡർ വിനേഗർ ആ ഒരു കപ്പ് വെള്ളത്തിൽ ജസ്റ്റ് ആ ഒരു ആപ്പിൾ സിഡർ വിനേഗറിൻ്റെ തന്നെ അടപ്പുണ്ടാവില്ല, ആ അടപ്പിനകത്ത് ഒരു 1-2 എടുത്തിട്ട് അടപ്പെടുത്തിട്ട് ഈ വെള്ളത്തിനകത്തേക്ക് ഒഴിച്ച് ഒന്ന് വാഷ് ചെയ്തിട്ട് വിടുക. ഓക്കെ, അത് നിങ്ങളിപ്പോൾ വേണമെങ്കിൽ കുളിച്ച് കഴിഞ്ഞിട്ട് ചെയ്തോളൂ. അത് കഴിഞ്ഞ് നിങ്ങൾ സോപ്പൊക്കെ കുളിക്കുന്ന സമയത്ത് സോപ്പൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കുളിച്ച് കഴിഞ്ഞ് ലാസ്റ്റ് ഇറങ്ങാൻ നേരത്ത് ഇതൊന്ന് വാഷ് ചെയ്തിട്ട് അങ്ങോട്ട് വിട്ടേക്കുക. അതാണെങ്കിലും ഒരു മാസം ചെയ്യുമ്പോഴേക്കും നമുക്ക് നല്ല വ്യത്യാസം കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഈ മെത്തേഡൊന്നും നമ്മുടെ ഫേസിലും സ്കിന്നിലും ചെയ്യുന്ന പോലെ ഇൻസ്റ്റൻറ്റ് ഗ്ലോയോ ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റ്നസ്സോ അല്ലെങ്കിൽ ഇൻസ്റ്റൻറ്റ് ടാൻ റിമൂവലോ ഇതൊന്നും തരുന്ന ഒരു സംഭവമല്ല. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഇതിൻ്റെയൊക്കെ റിസൾട്ട് കിട്ടുന്നത്. അപ്പം ഈ ഞാൻ ലാസ്റ്റ് പറഞ്ഞ ഈ മെത്തേഡ്, അതായത് ആപ്പിൾ സിഡർ വിനേഗറും അതുപോലെ തന്നെ തൈരും, ഈ 2 എണ്ണം എന്ന് പറയുന്നത് നമ്മുടെ സ്മെല്ലിനും കൂടെ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. നമ്മുടെ വൈറ്റനിങ്ങിന് മാത്രമല്ല നമ്മുടെ സ്മെല്ലിനും കൂടെ വേണ്ടിയിട്ടുള്ളതാണ്. ഉരുളക്കിഴങ്ങ് തേച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമ്മുടെ സ്മെല്ലിൽ എന്തെങ്കിലും സ്മെല്ലുള്ള ആൾക്കാരാണെങ്കിൽ അതിൽ വ്യത്യാസമൊന്നും ഉണ്ടാകത്തില്ല. പക്ഷേ തൈരാണെങ്കിലും ആപ്പിൾ സിഡർ വിനേഗർ ആണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, അവിടുത്തെ സ്മെല്ലും കൂടെ നമുക്ക് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അണ്ടർ ആംസിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്, അവിടെയാണെങ്കിലും ഈ ഡിസ്കളറേഷൻ സ്മെല്ലെന്ന് പറയുന്നത് മിക്കവാറും എല്ലാവർക്കും ഉള്ളൊരു ഇഷ്യൂ ആണ്. അപ്പം അതിന് എനിക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് തോന്നിയിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത്, നമ്മുടെ തൈരും കടലമാവും കൂടെ മിക്സ് ചെയ്തിട്ട് അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്ലൈ ചെയ്ത് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ നമ്മളതൊന്ന് വാഷ് ചെയ്യുക, മോയ്സ്ചറൈസ് ചെയ്യുക. എന്തെങ്കിലും അത് നമ്മുടെ ബോഡി ലോഷൻ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, മോയ്സ്ചറൈസ് ചെയ്ത് വിടുക. പിന്നെ അതിൻ്റെ സ്മെല്ലിന് എനിക്ക് ഏറ്റവും ഇഫക്റ്റീവായിട്ടുള്ള തോന്നിയ കാര്യം, എനിക്ക് നല്ല രീതിയിലുള്ള സ്മെല്ലുണ്ടായിരുന്നു കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ബോയ്സിനെ അപേക്ഷിച്ച് ഗേൾസിന് ഇച്ചിരിയും കൂടെ സ്മെല്ല് കൂടുതലായിരിക്കും ഈ അണ്ടർ ആംസ് എന്ന് പറയുന്ന ഏരിയയിൽ. സോ അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും പെർഫ്യൂംസും കാര്യങ്ങളും ഒക്കെ യൂസ് ചെയ്യുന്ന ഒരാളായിരുന്നു.
പക്ഷേ ഒരു 2-3 മാസമായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഈ പറയുന്ന ഒരു സംഭവം. ഇത് വേറെ ഒന്നുമല്ല, ആലം ആണ് കേട്ടോ. നമുക്ക് എവിടെ വേണമെങ്കിലും, നിങ്ങൾക്ക് കടകളിൽ വേണമെങ്കിലും, അതുപോലെ തന്നെ ആമസോണിൽ. ഇപ്പം ഞാനിത് മേടിച്ചത് ആമസോണിൽ നിന്നാണ്. പക്ഷേ എനിക്ക് ഇത് ഭയങ്കര നഷ്ടമായിരുന്നു. കാരണം ഞാനിത് മേടിച്ചത് 6 പൗണ്ടിന് എന്തോ ആണ് ഇവിടെ മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ UK യിലാണ്. അപ്പോൾ 6 പൗണ്ട് എന്ന് പറയുമ്പം ഏകദേശം 600 രൂപയ്ക്ക് മേലെയാവും. ഇപ്പോഴത്തെ റേറ്റ് വെച്ച് 600 രൂപയ്ക്ക് മേലെയാവും. പക്ഷേ എനിക്ക് കിട്ടിയത് നമ്മുടെ സാധാരണ ഇന്ത്യൻ സാധനമാണ്. ഞാൻ പാക്കറ്റിൽ വന്ന് ഞാനത് പാക്കറ്റ് പൊളിച്ച് നോക്കുമ്പോഴേക്കും അതിൻ്റെ വില എന്ന് പറയുന്നത് 25 രൂപയായിരുന്നു. നമ്മുടെ ഇന്ത്യൻ 25 റുപ്പീസ് ആയിരുന്നു അതിനകത്ത് എഴുതിയിട്ടുണ്ടായിരുന്നത്. ആ സാധനമാണ് ഞാൻ 600 രൂപ കൊടുത്ത് ഇവിടെ നിന്ന് മേടിച്ചത്. അത് പോട്ടെ, കുഴപ്പമില്ല. സോ ഇത് 25 രൂപയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ 25 രൂപയ്ക്ക് നമുക്ക് മേടിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ പറ്റുവാണെങ്കിൽ അത് മേടിക്കുക. എല്ലാ ദിവസവും നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് എന്ത് ചെയ്യുക, വെറുതെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഇതൊന്ന് നനയ്ക്കുക. നനച്ചിട്ട് ജസ്റ്റ് ഒന്ന് അണ്ടർ ആംസിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് സർക്കുലർ മോഷനിലൊന്ന് ഇത് ചെയ്ത് കൊടുക്കുക, ലീവ് ചെയ്യുക. അത് പിന്നെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നല്ല രീതിയിൽ നമ്മുടെ സ്മെല്ലിൽ ഡിഫറൻസ് ഉണ്ട്. അത് ഞാൻ 2-3 മാസമായിട്ടിപ്പോൾ അനുഭവിച്ചറിയുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അപ്പം ഇതൊന്ന് മേടിക്കുക. ഇത് മേടിച്ചാൽ ഒരുപാട് കാലത്തേക്ക് നിൽക്കും കേട്ടോ. ഒരുപാട് കാലത്തേക്ക് എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഞാൻ മേടിച്ചിട്ട് ഇപ്പോൾ എത്രയായിട്ട് പോലും ഒന്നും അനങ്ങിയിട്ടില്ല ഈ സംഭവം. അപ്പം ഒത്തിരി കാലത്തേക്ക്, 1 വർഷത്തിന് മേലെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. വീട്ടിൽ എല്ലാവരും ഉപയോഗിച്ചാലും കുഴപ്പമില്ല, ഇത് ഇതുപോലെ നിൽക്കും. സോ പക്ഷേ ഇത് കീപ്പ് ചെയ്യുമ്പോൾ നല്ല രീതിയിലൊന്ന് കീപ്പ് ചെയ്യുക കേട്ടോ. വെറുതെ ഇങ്ങനെ ബാത്റൂമിൽ ഇട്ടിട്ട് പോവാതെ, അത് നമ്മുടെ ഇറിറ്റേഷൻ, ഐ മീൻ നമുക്കറിയാലോ ബാത്റൂമിലുള്ള ഇഷ്യൂസൊക്കെ. അപ്പോൾ അതൊന്നും ചെയ്യാതെ ജസ്റ്റ് എവിടെയെങ്കിലും ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ഇതിലിട്ട് വെച്ചിട്ട് ജസ്റ്റ് നമ്മുടെ സ്കിന്നിലേക്ക് ഷേവ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ്, ഇപ്പം ജെൻസിനാണെങ്കിലും ഷേവ് ചെയ്ത് കഴിഞ്ഞ് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇത് ചെയ്ത് കൊടുത്താൽ നല്ലതാണ്. അപ്പം അങ്ങനെ ഇത് ഉപയോഗിച്ച് നോക്കാം. അപ്പം ഇത്രയൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത്. മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ സ്കിൻ കെയറിനേക്കാളും നമ്മുടെ ബോഡി കെയറിനേക്കാളും നമ്മൾ ഒരുപാട് സ്റ്റെപ്പ് മുന്നിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ പ്രൈവറ്റ് പാർട്സ് കെയർ എന്ന് പറയുന്നത് ഒരു മടിയും കൂടാതെ ചെയ്യുക. എന്നാൽ തന്നെ നമുക്കിതിൻ്റെ ഒരു ഏകദേശ പ്രശ്നങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇനി എന്തെങ്കിലും ഇതിൽ ഇറിറ്റേഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതിൽ കൂടുതലുള്ള എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ ദയവേതിരി നിങ്ങൾ പോയിട്ട് ഒരു ഡോക്ടറിനെ കാണുക. അല്ലാതെ മടിയോ കാര്യങ്ങളോ ഒന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല. അതാണ് പിന്നെ മുന്നോട്ടേക്ക് ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. സോ അതുകൊണ്ട് വേറെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് നിങ്ങൾ പോയിട്ട് എന്ത് ചെയ്യുക, ഒരു ഡോക്ടറിനെ കാണുക കേട്ടോ. അപ്പോൾ ഇത് പരീക്ഷിച്ച് നോക്കുക. 1-2 ആഴ്ച പരീക്ഷിച്ചിട്ട് പറ്റുന്നില്ല, എനിക്ക് റിസൾട്ട് ഇല്ല എന്ന് പറഞ്ഞിട്ട് വിടരുത്. മിനിമം ഒരു 1 മന്തെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക. ഓക്കെ, താങ്ക് യു.